ജിന്നിൽ നിന്നും പിശാദിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ട അമല്? എല്ലാവരും ഖുർആനിലെ അൻആം സൂറത്ത് എടുക്കുക. അൻആം വേഗം എടുക്കുക ഇൻഷാ അല്ലാഹ്. വീട്ടിൽ തന്നെ അല്ലേ? വീട്ടിലുള്ളവർ ഖുർആൻ അടുത്തുള്ളവരെല്ലാവരും ഒന്ന് ഖുർആൻ എടുത്ത് വേഗം അൻആം എന്ന് പറയുന്ന സൂറത്ത് ഫാത്തിഹ, അൽ ബഖറ, ആലി ഇംറാൻ, നിസാ, മാഇദ, അൻആം വേഗം എടുക്കുക ഇൻഷാ അല്ലാഹ്. അതിന്റെ ആദ്യത്തെ 3 ആയത്ത് അതാണ് അവർക്കുള്ള മരുന്ന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കറക്റ്റായിട്ട് ഓതണം. അൻആം സൂറത്തിന്റെ ആദ്യം നോക്കണേ, 3 ആയത്തുണ്ടത് തക്സിബൂൻ വരെ ഓതണേ. അൻആം സൂറത്തിന്റെ ആദ്യം നോക്കണേ, 3 ആയത്തുണ്ടത് തക്സിബൂൻ വരെ ഓതണേ. ഈ 3 ആയത്തോതി വന്നാൽ രാവിലെ ശൈത്താന്റെ വസ്വാസില്ല എന്നാൽ നിന്നിലേ. പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവൂല. അതിനുവേണ്ടി ഉള്ള മരുന്നാണ്. എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാവിലെ അൻആം സൂറത്തിൻ്റെതാകുന്ന 3 ആയത്ത് ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ 3 ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വൻ നൂർ ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. ഇത്രയേ ഉള്ളൂ. 3 ആയത്ത്. ഇത് വൃത്തിയായിട്ട് അങ്ങോട്ട് ഓതണം രാവിലെ. ഒറ്റ പ്രാവശ്യം ഓതിയാ മതി, ആവർത്തിക്കൊന്നും വേണ്ട. ഒരു ഒറ്റ പ്രാവശ്യം ഓതിയാ മതി. അൻആം സൂറത്തിന്റെ ആദ്യം നോക്കണേ, 3 ആയത്തുണ്ടത് തക്സിബൂൻ വരെ ഓതണേ. ഈ 3 ആയത്തോതി വന്നാൽ രാവിലെ ശൈത്താന്റെ വസ്വാസില്ല എന്നാൽ നിന്നിലേ. 7-ാം സമായിൽ നിന്ന് റബ്ബിറക്കുന്നതാ ഇരുമ്പിന്റെ ഗദയാൽ ഒരു മലക്ക് വരുന്നതാ. ശൈത്താന്റെ ശല്യമിൽ നിന്ന് കാക്കും തന്നത് എന്നുള്ളതാ തിരു മുസ്തഫ പറയുന്നത്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ചെറിയ അമലല്ല ഈ പറഞ്ഞത്, വലിയൊരു അമലാണ്. മുടങ്ങാതെ നിത്യമായ അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എപ്പോഴാ ചെല്ലേണ്ടത്? സുബഹി കഴിഞ്ഞതിന് ശേഷം വേണം ചെല്ലാൻ. രാവിലെ ചെല്ലണം, മുടങ്ങാൻ പാടില്ല. എല്ലാ ദിവസവും അത് കറക്റ്റായിട്ട് ചെയ്യണം.
ഇത് തഫ്സീർ ജമലിലുണ്ട് ഈ സംഭവം. ഞാൻ ആ തഫ്സീറിന്റെ ആ വരികളൊന്ന് വായിക്കാം. ദാ കേട്ടോ. വൻ ജാബിർ റളിയല്ലാഹു തആല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. എല്ലാത്തിനും തെളിവ് വേണമല്ലോ. തെളിവ് ചോദിക്കുന്ന കാലഘട്ടമാണ്. ആ തെളിവ് പിടിച്ചോ. ദാ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യനാണ്. അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖറഅ സലാസ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തിൽ അൻആം, പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ അൻആമിന്റെ ആദ്യത്തേതാകുന്ന 3 ആയാത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ, ഇലാ ഖൗലിഹി വയഅലമു മാ തക്സിബൂൻ, മൂന്നാമത്തെ ആയത്തിന്റെ അവസാനം അതാണ്. അവിടം വരെ ആരെങ്കിലും പാരായണം ചെയ്താൽ, വക്കലല്ലാഹു ലഹു 40,000 മലക്കിൻ യക്തുബൂന ലഹു മിസ്ല ഇബാദതിഹിം. മാഷാ അല്ലാഹ്, 4000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ ചുമതലപ്പെടുത്തുന്നതാണ്. യക്തുബൂന ലഹു മിസ്ല ഇബാദതിഹിം ഇലാ യൗമിൽ ഖിയാമ. ആ മലക്കുകൾക്ക് ചെയ്തതാകുന്ന അമലുകൾക്ക് തത്തുല്യമായ അമൽ. മലക്കുകൾ സദാസമയം റബ്ബിന് സുജൂദിൽ അർപ്പിതമാകുന്ന വ്യക്തികളാണ്. റബ്ബിന് തസ്ബീഹ് ചൊല്ലുന്നവരാണ്, തഹ്ലീൽ അർപ്പിക്കുന്നവരാണ്, അല്ലാഹുവിനെ എപ്പോഴും വാഴ്ത്തുന്നവരാണ്, അവരെ പുകഴ്ത്തുന്നവരാണ്. 24 മണിക്കൂറും സദാസമയവും രാവും പകലും വ്യത്യാസമില്ലാതെ അന്നപാനീയങ്ങൾ വേണ്ടാത്ത, മലമൂത്ര വിസർജനം നടത്തൽ ആവശ്യമില്ലാത്തതാകുന്ന മലായിക്കത്തുകൾ, 4000-ഓളം വരുന്നതാകുന്ന മലായിക്കത്തുകൾ, അവർ പരിപൂർണമായി അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രേഖപ്പെടുത്തുന്നതാണ്. അഥവാ അവരുടേതാകുന്ന അമലുകളെ അള്ളാഹു ഇവർക്ക് രേഖപ്പെടുത്തുന്നതാണ്. 4000 അല്ല, 40,000, 40,000. മാഷാ അല്ലാഹ്, 40,000 അല്ല, 40,000, 40,000 മലക്കുകൾ ചെയ്യുന്നതായ അമലുകൾ മുഴുവനും അവന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു രേഖപ്പെടുത്തും. തീർന്നില്ല. ഏതുവരെ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. തീർന്നില്ല. വയൻസിലു മലക്കും മിനസ് സമാഇ സാബിഅ, 7ാം ആകാശത്ത് നിന്നൊരു മലക്ക് ഇറങ്ങി വരുമത്രേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വമഅഹു മിർസബത്തും മിൻ ഹദീദ്, ആ മലക്കിന്റെ കൈവശം ഇരുമ്പിനാലുള്ള ഒരു ദണ്ടുണ്ട് സഹാബ. എന്നിട്ടോ ഫൈദാ അറാദ ശൈത്താനു അൻ യുവസ്വിസ ലഹു ഔ യൂഹിയ ഫീ ഖൽബിഹി ശൈഅൻ ലറബഹു, പിശാചി എന്തെങ്കിലും മന്ത്രോച്ചാരണം ഈ പരിശുദ്ധമായ സൂറത്തുൽ അൻആമിന്റെ ആദ്യത്തെ 3 ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് പിശാചിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നതാകുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് എന്തെങ്കിലും ദുർബോധനത്തിന്റെ മന്ത്രോച്ചാരണമായിട്ട് പിശാച് കടന്നു വന്നാൽ, ലറബഹു, 7ാം ആകാശത്തിന്റെ മുകൾ തട്ടിൽ നിറങ്ങി വന്നതാകുന്ന ഈ മലക്ക്, 7ാം ആകാശത്ത് നിറങ്ങി വന്നതാകുന്ന ഈ മലക്ക് അവന്റെ കയ്യിലിരിക്കുന്ന ദണ്ട് കൊണ്ടവനെ അടിക്കുമേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. ഫയകൂനു ബൈനഹു വബൈനഹു 70 ഹിജാബാ, ആ ഒരൊറ്റ കാരണമായിട്ട് തന്നെ പിശാചിനും അവനുമിടയിൽ 70 മറകൾ അല്ലാഹു ആക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. റൂഹെ ബയാനിൽ പങ്കെടുത്താൽ എന്താണ് ഉസ്താദേ കിട്ടുന്ന നേട്ടം? ഇത്തരത്തിലുള്ള അറിവുകളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമായ അറിവുകൾ. പിശാചിൽ നിന്ന് ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്. ജിന്നിന്റെ പ്രയാസപ്പെടുന്നവർ, പൈശാചികമായ ഉപദ്രവത്തിൽപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ കാവലിലാക്കണേ അല്ലാ. നീ പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് അമലുകളുണ്ട്. പിശാചിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ ഒരുപാട് അമാലുകളുണ്ട്. സൂറത്തുൽ അഹ്ഖാഫ് എഴുതി കെട്ടിക്കൊണ്ട് നടക്കണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചിലപ്പോൾ വലിയ പ്രയാസമായിരിക്കും. അഹ്ഖാഫ് സൂറത്ത് മൊത്തം ഇരുന്ന് എഴുതുക.
അല്ലെ? അതൊക്കെ വലിയ ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഖുർആൻ മുഴുവനും 30 ജുസും പകർത്തി എഴുതിയ കണ്ണൂർ സിറ്റിയിലെ ഒരു സഹോദരിയുടേതാകുന്ന ചിത്രം നമ്മളെല്ലാവരും മീഡിയയിലൂടെ കണ്ടതാണ്. ഒരു പൊന്നുമോൾ, അല്ലാഹു ആ പൊന്നുമോളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ മുഴുവനും നല്ല വൃത്തിയായിട്ട് എഴുതി. കഴിഞ്ഞ ദിവസം മീഡിയ മുഴുവനും അത് കവർ ചെയ്തു. നല്ല മനോഹരമായ കൈപ്പടയിൽ നല്ല വൃത്തിയായിട്ട് എഴുതുന്നതും കാണുന്നുണ്ടായിരുന്നു മീഡിയയിൽ. അങ്ങനെ വേണ്ടേ നമ്മുടെ മക്കള്? ഒരു ബിസ്മി എഴുതാൻ പറഞ്ഞാല് ഇങ്ങനെ തുടങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കി കാണണമെന്നില്ല, അതൊക്കെ കണ്ണു ഒത്തിക്കൊണ്ട് നിൽക്കാം. ആ കോലത്തിലാണ് നമ്മുടേതൊക്കെ അറബി അക്ഷരങ്ങളുടേതാകുന്ന എഴുത്ത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നല്ല വൃത്തിക്ക് എഴുതണം. ഖുർആൻ നല്ലതുപോലെ എഴുതാനും വായിക്കാനും ഓതാനും അറിയാത്തവരായെങ്കിൽ പിന്നെ എന്താ കാര്യം? പാശ്ചാത്യരുടെ ഇംഗ്ലീഷ് മാത്രം, അത് മാത്രം നല്ലതുപോലെ എഴുതാറിയാം. അല്ലെങ്കിൽ മലയാളം നല്ലപോലെ ഉരുട്ടിപ്പിടിച്ച് അങ്ങനെ മാത്രമല്ല, ഖുർആനും പഠിക്കണം, എല്ലാ ഭാഷകളും പഠിക്കണം. ഖുർആൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ അനിവാര്യമാണ്. നല്ല രീതിയിൽ വൃത്തിയായി എഴുതാൻ അറിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് എഴുതുമ്പോൾ നോക്കി എഴുതണം. ഖുർആൻ നോക്കി അതേപോലെ തന്നെ വൃത്തിയായിട്ട് എഴുതണം. ഇല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പലതും തെറ്റായിരിക്കും. ഉദാഹരണത്തിന് സമാവാത്ത് എന്ന് എഴുതും. നമ്മൾ എഴുതുമ്പോൾ അലിഫ് അവിടെ തന്നെ ചേർത്ത് എഴുതും. ഒരിക്കലും അവിടെ ഉണ്ടാവൂല. സമാവാത്ത് എന്നുള്ളതിന് അലിഫ് അങ്ങനെ ഉണ്ടാവൂല. നമ്മൾ അതിനോടൊപ്പം തന്നെ മീമിനോട് ചേർത്ത് തന്നെ നീട്ടി മുകളിലോട്ടൊരു അലിഫ്, അങ്ങനെ ഉണ്ടാവൂല. ഖുർആനിൽ അങ്ങനെ കാണൂല. അതാണ് ഞാൻ പറഞ്ഞത്. എഴുത്ത് കറക്റ്റ് അതേപോലെ ഖുർആൻ നോക്കി തന്നെ എഴുതണം. എഴുതുമ്പോ അതിന്റെ മര്യാദകൾ ഇൻഷാ അല്ലാഹ് പറയുമ്പോ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, നല്ല വൃത്തിക്ക് എഴുതാൻ സാധിക്കുന്നവര് സൂറത്തുൽ അഹ്ഖാഫ് തുടക്കം മുതൽ അവസാനം വരെ എഴുതി കൈവശം സൂക്ഷിച്ചാലും അവർക്കും പിശാചിന്റെ ഉപദ്രവങ്ങളും സംരക്ഷണം ഉണ്ടാവും. എത്ര ആളുകളാണ് ഏർവാടിയിലും മറ്റുള്ള മക്കാമുകളിലൊക്കെ നമ്മൾ വെള്ളിയാഴ്ച രാവൊക്കെ കാണുന്നത് വളരെ ഉപദ്രവം ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ വെറുതെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒഴിവായി അവിടെ പോയി കിടക്കല്ല, നേരിട്ട് നമ്മുടെ കൺമുന്നിൽ കാണുക. എത്ര ആളുകളുണ്ട് പ്രയാസപ്പെടുന്നവർ, പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ. അവർ ദിനേന പതിവാക്കട്ടെ. നമുക്കൊരു ഉപദ്രവം വന്നതിന് ശേഷമല്ല ചികിത്സിക്കേണ്ടത്, രോഗം വന്നതിന് ശേഷമല്ല പ്രതിരോധം തീർക്കേണ്ടത്, പിന്നെ അതിന് ചികിത്സ നടത്താൻ. പിശാചിൽ നിന്ന് ഉപദ്രവം നമുക്കില്ലാതിരിക്കാൻ പ്രതിരോധത്തിൻ്റെതാകുന്ന മാർഗമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. നല്ലതുപോലെ കറക്റ്റായിട്ട് അമൽ ചെയ്തു പോരണം. ഞാൻ ഓരോ ദിവസം ഓരോ അമലുകൾ പറയുന്നുണ്ട്. ഇന്നലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിന്റെ മഹത്വം പറഞ്ഞു സുബൈക്ക് ശേഷം. അതൊക്കെ കറക്റ്റായിട്ട് അമൽ ചെയ്തു വരുന്നവർക്ക് വലിയ നേട്ടമുണ്ടാകും. സമയമുള്ളവർക്ക് വേണ്ടിയാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇതൊക്കെ ഹദീസിന്റെ ബലത്തിൽ പറയാണ്. തഫ്സീറുകളാണ്. ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ സൂറത്തുൽ അൻആം വിശദീകരിച്ചെടുത്ത് തഫ്സീർ ജമലിൽ കാണുന്ന ഒരു ഭാഗം, അതിന്റെ തുടക്കത്തിൽ തന്നെ ഉള്ള ഒരു ആദ്യത്തെ പേജിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വായിച്ചത്. ഹദീസിൽ നിന്നെടുത്ത് പറഞ്ഞതാണ്, വെറുതെ എന്റെ കയ്യിൽ നിന്നല്ല. ഖുർആൻ കൊണ്ടുള്ള ചികിത്സ അതല്ലേ നമ്മൾ നടത്തേണ്ടത്. പിശാച് നമ്മളിലേക്ക് കടന്നു വരാതിരിക്കാൻ ഈ 3 ആയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതല്ലേ ബഹുമാനപ്പെട്ട ശൈഖുനാ മർഹൂം തഴവാ ഉസ്താദ് അവിടുന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചത്. ഈ 3 ആയത്തോതി വന്നാൽ രാവിലെ ശൈത്താന്റെ വസ്വാസില്ല എന്നാൽ നിന്നിലേ. വസ്വാസാണ് ഉസ്താദേ എന്ന് പറയുന്നവരില്ലേ? വസ്വാസ് എന്ന് പറയുന്നത് എവിടുന്ന് വരുന്നതാണ്? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുക. മിനൽ ജിന്നത്തി വന്നാസ്, അത് മനുഷ്യരിൽ നിന്നുണ്ടാകും ജിന്നുകളിൽ നിന്നും ഉണ്ടാകും. ഖുർആൻ തന്നെ സൂറത്തുൻ നാസിൽ വ്യക്തമാക്കിയതാണ്. അപ്പൊ ജിന്നിൽ നിന്നുള്ള ഉപദ്രവം നിനക്ക് ഇല്ലാതിരിക്കണോ? പിശാചിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള വസ്വാസം നിനക്കുണ്ടാവൂല. നീ എന്ത് ചെയ്താലും മതി, എല്ലാ ദിവസവും രാവിലെ ഏതോതണം? പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആം 1 മുതൽ 3 വരെയുള്ള ആയത്തോതാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും റെഡിയല്ലേ? ഒന്ന് ഓദിക്കുക എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅലൽ ളുൽമാതി വൻ നൂർ ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم
تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون صدق الله العظيم. ഈ 3 ആയത്തങ്ങ് ഓതിയാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. സുബൈക്ക് ശേഷം എത്ര വട്ടം ഓതണമെന്ന് ആണ് എല്ലാം പറഞ്ഞതിന് ശേഷം വീണ്ടും പട്ടി കൊട്ടയിലാന്ന് പറഞ്ഞ പോലെ സുബൈക്ക് ശേഷം ഒരു പ്രാവശ്യം, അതൊക്കെ പറഞ്ഞല്ലോ നമ്മള്. സുബൈക്ക് ശേഷം ഒരു പ്രാവശ്യം ഓതിയാ മതി, ഒറ്റ പ്രാവശ്യം ഓതുക. നിങ്ങൾക്കിനി വീണ്ടും ഓതണോ? വീണ്ടും ഓദിക്കോ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശൈത്താൻ ശരിക്കും ഇറങ്ങിപ്പോട്ടെ. ഒന്നും കൂടി ഓതണമെന്നുണ്ടോ? 3-ാമത്തെ ഓദിക്കോ. ഖുർആനല്ലേ, എത്ര ഓതിയാലും കൂലി കിട്ടും. ഒരു ഹർഫിന് 10 കൂലി വീതാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എളുപ്പം പിശാച് ഇറങ്ങാനുള്ള ചില പൊടിക്കൈകൾ ഖുർആൻ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതായ ഒരു അമലാണിത്. ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതാണ് നമ്മുടെ കടമ. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു, ഈ മജ്‌ലിസിൽ പങ്കെടുത്തവർ പങ്കെടുക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിലാണ് നമ്മുടെ കാര്യം. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സഹോദരിമാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പിശാചിന്റെ ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. നേർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്നവർ. അവരെ വിളിച്ചിട്ട് പറയണത്, എല്ലാ ദിവസവും സൂറത്തുൽ അനാമിന്റെ ആദ്യത്തെ 3 ആയത്ത് ഓതണേ. നിന്റെ മോക്കല്ലേ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത്? ഇങ്ങനെ ഉസ്താദ് ഹദീസ് ഓതിയിട്ട് പറഞ്ഞതാണ്, വെറുതെ പറയല്ല. അല്ലെ തഴവ ഉസ്താദിന്റെ പാട്ട് പാടിയിട്ടങ്ങ് പോവല്ല. ഇതൊക്കെ ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഖുർആനികമായ ചികിത്സയാണ്. മാറ്റമുണ്ടാകും, ഉറപ്പാണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇത് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടോ, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. എല്ലാവിധ വസ്വാസുകളിൽ നിന്നും ഷർറുകളിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകും. അല്ലാഹു നമ്മുടെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.